ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. ഞാൻ മാഹിൻഷ M.S. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് യൂട്യൂബിൽ നമ്മളറിയാതെ ഒളിഞ്ഞിരിക്കുന്ന ലൈക്ക്ലി സ്പാം അത് എന്താണെന്നും ഇവ കൊണ്ട് നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അത് ഏതൊക്കെയാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ലൈക്ക്ലി സ്പാം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യാറുണ്ട്, കമൻറ്റ് ചെയ്യാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മളറിയാണ്ട് തന്നെ യൂട്യൂബിൽ ലൈക്ക്ലി സ്പാം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വന്ന് കിടക്കുന്നുണ്ട്. അതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു 8ൻ്റെ പണി കിട്ടും. നമ്മുടെ ചാനൽ യൂട്യൂബ് ബാൻ ചെയ്യാണ്ട് തന്നെ നമ്മുടെ ചാനൽ സ്വയം അടിച്ചു പോകും. അപ്പോൾ ഈ ലൈക്ക്ലി സ്പാം എന്താണെന്നും അതെങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടതെന്നും ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറയും. അപ്പോൾ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ ഇതുപോലെ അയക്കുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ YT സ്റ്റുഡിയോയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ YT സ്റ്റുഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും വളരെ 99% പേരും ഇത് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിത് എങ്ങനെ ലൈക്ക്ലി സ്പാം എന്താണെന്നും അതിനെ കൊണ്ടുള്ള ദോഷങ്ങൾ എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് YT സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശേഷം നിങ്ങൾ ഈ സൈഡിലോട്ട് പോകുമ്പോൾ ഇവിടെ ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ കാണും. ഞാനിത് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡ് എടുക്കുക. ശേഷം അടിയിലോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ചാനൽ കമൻറ്റ് ചെയ്ത ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അടിയിലായിട്ട് വ്യൂ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതുമായി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതെ ഇവിടെ ഒരുപാട് പേര് എൻ്റെ ഇത് ചാനലിനകത്ത് അവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ മുകളിലായിട്ട് പബ്ലിഷ്ഡ് കമൻറ്റ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ രണ്ടാമത് കിടക്കുന്നത് ഹെൽഡ് ഫോർ റിവ്യൂ. മൂന്നാമത് കിടക്കുന്നതാണ് ഞാൻ വീഡിയോ പറഞ്ഞ ലൈക്ക്ലി സ്പാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ ഒരാളുടെ എൻ്റെ ചാനലിലോട്ട് എൻ്റെ ചാനലും സബ് ചെയ്യുമോ പ്ലീസ് ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് എൻ്റെ ചാനലിനകത്ത് കമൻറ്റ് ചെയ്തൊരു പുള്ളിയാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയാണ്. കാരണം ഇതിപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിനകത്ത് ഇത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കും. ഞാനിത് എപ്പോഴും ലൈക്ക്ലി സ്പാം ഡിലീറ്റ് ചെയ്ത് കളയുന്ന കാരണമാണ് നോ കമൻറ്റ്സ് നിന്ന് കാണിക്കണേ. അപ്പോൾ നിങ്ങൾ ഇത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ യൂട്യൂബിൽ നിന്ന് ഈ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ദോഷമാവും ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഈ തെറ്റ് ഇനി മേലാൽ ആവർത്തിക്കാതിരിക്കുക. കണ്ടോ ഫ്രണ്ട്സ്, കണ്ടോ? ഇപ്പോൾ കൂടുതലായിട്ട് എൻ്റെ ചാനൽ കമൻറ്റ് ചെയ്ത ആൾക്കാർ. അപ്പോൾ പബ്ലിഷ്ഡ് കമൻസിൽ ലൈക്ക്ലി സ്പാം എടുത്ത് നോക്കുമ്പോൾ കണ്ടോ ഒട്ടുമില്ല. അപ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അറിയാത്ത യൂട്യൂബേഴ്സിന് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ തെറ്റ് തിരുത്തുക ഫ്രണ്ട്സ്. അപ്പോൾ ഈ ലൈക്ക്ലി സ്പാം കൊണ്ടുള്ള ഈ ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ നിങ്ങളിത് മാക്സിമം ഡിലീറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ചാനലിനല്ല ഒരുപാടത് ബുദ്ധിമുട്ടാകും. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചാനൽ ഒടുങ്ങി അതിനകത്ത് സബ്സ്ക്രൈബേഴ്സും വ്യൂസിനൊക്കെ കൂടാൻ പറ്റും കഷ്ടപ്പാട് അല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പറയുന്നുള്ളൂ. കാരണം ലൈക്ക്ലി സ്പാം എന്താണെന്നും ഇവ കൊണ്ടുള്ള ദോഷങ്ങൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും വളരെയധികം ഉപകാരപ്പെടട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് ഇത് നല്ലൊരു കിടലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ. ഇറ്റ്സ് മീ മാഹിൻഷ M.S സൈനിങ് ഔട്ട്.